നരകത്തിൽ പോകുന്ന 10 ആളുകളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്. ആറാമൻ വല്ലദീ യുതല്ലിഖു വയുംസിക്, തലാഖ് ചൊല്ലിയിട്ടും ഭാര്യയെ കൂടെ നിർത്തുന്ന ആള്. തലാഖ് 3 ചൊല്ലിയിട്ടുണ്ട്, അല്ല 3 ചൊല്ലിയിട്ട് പിന്നെ നാള് നിങ്ങൾക്ക് ഹലാലാകാൻ ഖുർആൻ പറഞ്ഞ വേറൊരു മാർഗമുണ്ട്. ഫൈൻ ത്വല്ലഖഹാ ഫലാ തഹില്ലു ലഹു മിൻ ബഅദു ഹത്താ തൻകിയ സൗജൻ ഗൈറ. നമുക്കൊരു ശിക്ഷയായിട്ട് അല്ലാഹു തആല തന്നതാണ്. തലാഖല്ലേ ഈ പെണ്ണുങ്ങൾക്ക് വീണ്ടും ഹലാലാകണമെങ്കിൽ ഈ പെണ്ണിനെ വേറൊരാൾ കല്യാണം കഴിക്കണം. കഴിച്ചിട്ട് ഈ പെണ്ണുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണം. എന്നിട്ട് ത്വലാഖ് ചെല്ലണം. നിർബന്ധിപ്പിച്ച് തന്നെ ചൊല്ലിയെന്ന് പറയാൻ പാടില്ല. ത്വലാഖ് ചെല്ലണം. ചൊല്ലിയിട്ട് അതിന്റെ ഇദ്ദ കഴിയണം. ഇദ്ദ കഴിഞ്ഞിട്ട് പുതിയ മഹറും കൊടുത്ത് നിക്കാഹ് ചെയ്യണം. നാളെ ഹലാലാകും. അതൊക്കെ വലിയ പണിയല്ലോ ഉസ്താദേ. ഇതിപ്പോ സംഗതി ആരും അറിയില്ലല്ലോ. അല്ലാഹു തആല അറിയില്ലേ എന്താ സംഗതി? ത്വലാഖ് ചൊല്ലിയിട്ട് ഒരു നിലക്കും ബന്ധം പുലർത്താൻ പറ്റാത്ത പെണ്ണിന്റെ കൂടെ ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ചെറിയ അപകടം. ദിനേന നടക്കുന്ന ബന്ധങ്ങളുടെ പേരെന്താ സഹോദരങ്ങളെ? അതിന്റെ അർത്ഥം എന്താണ് ഇസ്ലാമിന്റെ ഭാഷയിൽ? ത്വലാഖ് ചൊല്ലിയിട്ട് പിന്നെയും അങ്ങനെ കൂടെ ജീവിക്കുന്നത്, ആ ജീവിക്കുന്ന മനുഷ്യനും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ് വല്ലദീ യഹ്കുമു ബിൽ ജൗർ. എന്തൊരു തീരുമാനമുണ്ടോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനം എടുക്കുന്ന ആളാണ്. അക്രമം കൊണ്ടേ വിധി നടത്തുകയുള്ളൂ. വേറൊരാൾക്ക് ശല്യമാകുന്ന വിധിയെ അയാളെ ഭാഗത്തു നിന്നുണ്ടാകുകയുള്ളൂ. ആ നിലയ്ക്ക് വിധി പറയുന്ന ആളില്ലേ, ആ നിലയ്ക്ക് വിധി പറയുന്ന ആളും നരകത്തിലാണ്. ഇതുവരെയൊക്കെ പറയുമ്പോ പലരും പറയും ഉസ്താദേ നമ്മൾ ഈ പറഞ്ഞതിലൊന്നുമില്ല, ഇനി പറയാൻ പോകുന്നതിൽ ഉണ്ടാകാൻ പാടില്ല. വൽ മാഷി ബിൻ നമീമാ, നമീമത്തുമായിട്ട് നടക്കുന്ന ആള്, അതിൽ മെമ്പർഷിപ്പ് ഉണ്ടോ സഹോദരങ്ങളെ? നമീമത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഫിത്നയും ഫസാദ് ഉണ്ടാക്കുന്ന രീതിയിൽ വർത്തമാനം പറയാ. ഒരു വർത്തമാനം ഇവിടെ പറയാ, അതിന് നേരെ ഇതിനപ്പുറത്തും പറയാ. രണ്ടുപേരും തല്ലുമ്പോ നോക്കി നിന്ന് കണ്ടിട്ട് സുഖിക്കുക. അങ്ങനെ ഫിത്നയും ഫസാദ് ഉണ്ടാക്കുന്ന രീതിയിൽ ഏഷണി പറഞ്ഞും പരദൂഷണം പറഞ്ഞും നടക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞതാണ്, നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കൽപ്പിക്കപ്പെടും. കള്ളസാക്ഷി നിൽക്കുന്ന മനുഷ്യൻ, വ്യാജനാണ്, സംഭവത്തിന് അയാളില്ല. ഒരു 10,000 കിട്ടിയപ്പോ പോയി അങ്ങ് സാക്ഷി നിന്ന് പോയി. 10,000 കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് സംഭവത്തിൽ ആള് സാക്ഷിയുണ്ടോ? സാക്ഷിയില്ല. അയാൾ ആ വിഷയം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. കേട്ടിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ടും പോയി ഞാൻ അറിയും, എനിക്കറിയും, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാക്ഷി നിൽക്കുന്ന സാക്ഷിയില്ലേ, വളരെയധികം അപകടം പിടിച്ചതാണ്. അതാണ് ഇന്ന് വർദ്ധിച്ചു വരുന്നത്. പലതിനും ജാമ്യം നിൽക്കാൻ ആളുകളാണ്. ജാമ്യം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രതി അതിൽ നിന്ന് പുറത്തു വന്നാൽ അവനോട് പലതും പറഞ്ഞ് കാശ് വാങ്ങാമല്ലോ. ആ നിലയ്ക്ക് ജീവിക്കുന്ന എത്രയെത്ര ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, മോശപ്പെട്ട അവസ്ഥയാണ്. 9ാമതായി തങ്ങൾ എണ്ണുന്നു താരിഖുസ്സലാ, നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തി നരകത്തിലേക്ക് വലിച്ചെറിയാൻ കൽപ്പിക്കപ്പെടുന്ന ആളാണ്. അയാൾക്ക് എന്ത് നല്ല മുഖം കൊടുത്ത് മിനിക്കാലും ശരി. ഉസ്താദെ, നാട്ടിലെ അറിയപ്പെട്ട സാമൂഹിക സാംസ്കാരിക വൈജ്ഞാന നഭോമണ്ഡലങ്ങളിൽ വിരാജിക്കുന്ന വലിയ സൂര്യ തേജസ്സാണ്. ഓലക്കാവുണ്ടാക്കാണ്. താരിഖുസ്സലാത്തിന് എന്ത് മഹത്വമുള്ളത്? നിസ്കാരം ഒഴിവാക്കുന്ന മനുഷ്യൻ എന്ത് മഹത്താ? നരകത്തിലേക്ക് വിധി ചെയ്യപ്പെട്ട ആളാണോ? നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പരലോകത്തുനിന്ന് കൽപ്പിക്കുക. നിസ്കരിക്കാത്തവന് എന്ത് വിലയുള്ളത്? നിസ്കരിക്കാത്തവനൊരു വിലയില്ല, നിസ്കരിക്കാത്തവനൊരു ഉഷാറുമില്ല. നിസ്കരിക്കാത്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ തന്നെ പറ്റുമോ? ചർച്ചയല്ലേ നിങ്ങൾ നോക്ക്. പോലെ അതിഥികളായിട്ട് വിളിക്കാൻ പറ്റുമോ? സൽക്കാരത്തിന് വിളിക്കാൻ പറ്റുമോ? ഫാസിഖീങ്ങളെ പട്ടികയിലല്ലേ അവർ എണ്ണുന്നത്. സാക്ഷിയാക്കാൻ ഏതായാലും പറ്റൂല. പലയിടത്തും കല്യാണത്തിന് ആരാങ്ങളെ സാക്ഷി? സാക്ഷി മൂപ്പരാണ്. മൂപ്പരാക്ക പുതിയ വെള്ളത്തുണി കുപ്പാക്കിട്ട് ഇറങ്ങിയതാണ്. അന്നും ദൂരസ്കാരം നടക്കുമ്പോ മൂപ്പര് ആ ടൈമിൽ എത്തിയില്ല. മൂപ്പര് നിക്കാഹ് നടക്കുന്ന ടൈമിൽ എത്തിയിട്ടുള്ളൂ. ദൂരസ്കാരം ടൈമിൽ എത്തിയിട്ട് ഞാൻ ജമാഅത്ത് നിസ്കരിച്ച് കൂടണ്ടേ? കൂടൂല. എന്ത് പരിപാടി ഉണ്ടെങ്കിലും നിസ്കാരത്തിന് ആളുണ്ടാവില്ല. ഒന്ന് പിടിച്ച് കിബിലയിലേക്ക് മുന്നോട്ട് എഴുതി ഇങ്ങനെ ഉന്തിട്ടാലും കേക്കോട്ടെ ആൾ പോകുള്ളൂ, കിബിലയിലേക്ക് പോകൂല. ആ രൂപത്തിൽ നിസ്കാരമായിട്ട് ഒരു ബന്ധമില്ലാത്ത മനുഷ്യൻ താരിഖുസ്സലാ. വേറെ ഏത് മേഖലയിൽ തിളങ്ങുന്ന ആളാണെങ്കിലും ശരി, താരിഖുസ്സലാത്തിനൊരു സ്ഥാനമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥാനവും കൽപ്പിക്കാത്ത ആളാണ് താരിഖുസ്സലാ. 9ാമത്തെ ആള്. 10ാമത്തെ ആളോ
അതും ഇന്നിങ്ങനെ കൂടിക്കൂടി വരികയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വല്ലദീ യൻദുറു ലിവാലിദൈഹി ബിഐനിൽ ഗളബി, മാതാപിതാക്കളിലേക്ക് ദേഷ്യത്തിന്റെ കണ്ണുകൊണ്ട് നോക്കുന്നവൻ. എന്തോന്ന് കൊണ്ടുവരാൻ വേണ്ടി ഉമ്മ പറഞ്ഞതാണ്. അപ്പോഴേക്ക് ഉമ്മാനോടൊരു കണ്ണുരുട്ടിയുള്ള നോട്ടം, ദേശത്തിന്റെ നോട്ടം നോക്കുന്നവനില്ലേ, അവനും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്ന ആളാണ്. എന്തേ മോളെ എങ്ങോട്ടെത്താ നേരം വൈകിയത്? ഉമ്മൊന്നു സ്നേഹത്തോടെ ചോദിച്ചതാണ്. ചോദ്യത്തിന് ഉത്തരം എന്താണ്? കണ്ണുറുക്കിയുള്ളൊരു നോട്ടമാണ്. വേണ്ട കേട്ടോ, നിന്റെ വരുമാനത്തിൽ നിന്ന് ഉമ്മ ഒരു 10,000 ചോദിച്ചപ്പോ ദേശത്തിന്റെ ഒരു നോട്ടം ഉമ്മാനോട് വേണ്ട മോനെ. ഉമ്മാക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിലും 1000 രൂപ കയ്യിലുണ്ടായാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോ ചെലവഴിക്കാലോ എന്ന് കരുതിയിട്ട് മകനായ നിന്നോടൊന്ന് ചോദിച്ചതാ മോനെ 1000 കൊണ്ടാ. എന്തിനാ നിങ്ങൾക്ക് 1000? ആവശ്യം വരുമ്പോ എന്നെ വിളിച്ചോളണം, ഞാനങ്ങ് സാധിപ്പിച്ചു തരാം. രണ്ടാമതും ഉമ്മ ചോദിച്ചപ്പോ മറുപടിയായിട്ടൊരു ദേഷ്യത്തിന്റെ നോട്ടമാണ്. വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിന്റെ പേരില് ഉമ്മ ചൂടായപ്പോ ഫോൺ കട്ട് ചെയ്ത് പിന്നെ ഉമ്മാനടുത്തേക്ക് വന്നിട്ട് ദേഷ്യത്തോട് ഒരു നോട്ടം നോക്കുകയാണ്. അല്ല മോനെ, ഒരു 10 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ വരണ്ടേ എന്ന് ചോദ്യത്തിന്റെ മറുപടി എന്താണെന്നറിയോ? ഇനി മേലാല് ചോദിക്കരുത് എന്ന് കരുതിയിട്ട് കണ്ണു തുറിപ്പിച്ചുള്ളൊരു നോട്ടമാണ്. ദേശത്തിന്റെ നോട്ടം മാതാപിതാക്കളിലേക്ക് പറ്റൂല. വല്ലദീ യൻദുറു ലിവാലിദൈഹി ബിഐനിൽ ഗളബി, ദേശത്തിന്റെ നോട്ടം മാതാപിതാക്കളിലേക്ക് നോക്കുന്നവരും നരകത്തിലേക്ക് കൽപ്പിക്കപ്പെടുന്ന ആളാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ മാതാപിതാക്കളോട് നല്ല മനസ്സ് വെക്കണം, നല്ല സ്നേഹം വെക്കണം, നല്ല കാരുണ്യത്തോടെ പെരുമാറണം. സത്യത്തിൽ അവർക്ക് അറിവ് കുറവാണെങ്കിലും അറിവ് കുറഞ്ഞു എന്ന നിലക്ക് അവരെ വേട്ടയാടരുത്. നിങ്ങളൊന്നും ഈ കാലത്ത് ജീവിക്കേണ്ട ഉമ്മയല്ല എന്ന് പറഞ്ഞേക്കരുത്. ഉമ്മ ഏത് കാലത്ത് ജീവിക്കുന്ന ഉമ്മയാണെങ്കിലും, എത്ര അക്ഷരാഭ്യാസം കുറഞ്ഞ ഉമ്മയാണെങ്കിലും, എത്ര സംസ്കാരം കുറഞ്ഞ പിതാവാണെങ്കിലും, മാതാവ് പിതാവ് എന്നൊരു ബഹുമതി നിനക്കല്ലാഹു അവരിലൂടെ തന്നിട്ടുണ്ടോ? ആ ബഹുമാനം കൊടുക്കണേ. അതിനൊരു കുറവും വരുത്തി പോകണ്ട. നിന്നെ പോലെ ഭാഷ സംസാരിക്കാൻ ഉമ്മാക്കറിയൂല, നിന്നെ പോലെ സമ്പത്തുണ്ടാക്കാൻ വാപ്പാക്കറിയൂല. ശരിയാണ്, പക്ഷേ നിന്നെ ഈ ഭൂവിധാനത്തിലേക്ക് ഈ രൂപത്തിൽ വളരാനും വികസിക്കാനും കാരണക്കാരായി വർത്തിച്ചത് ആ ബാപ്പയും ഉമ്മയുമല്ലേ. ആ ഒരൊറ്റ കാരണം ചിന്തിച്ച് ബാപ്പാനോടും ഉമ്മാനോടും എപ്പോഴും ബഹുമാനം നൽകണേ. അതിനൊരു കുറവും നമ്മുടെ ഭാഗത്തിന് ഉണ്ടാകരുത്. ഈ 10 വിഭാഗം ആളുകളെയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എണ്ണി പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, ഈ 10 ആളുകളുടെയും കുഴപ്പം എവിടെയാണ്? മനസ്സിന്റെ ശുദ്ധിയുടെ കുറവാണ്. നിസ്കരിക്കാത്തവന്റെയും മനസ്സിന്റെ ശുദ്ധിക്കാണ് കുറവ്. ബാക്കി എല്ലാ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുടെയും മനസ്സിനാണ് ശുദ്ധിക്കുറവ്. നല്ല മനസ്സുള്ള മനുഷ്യനാണെങ്കിൽ നമീമത്ത് അവൻ സ്വീകരിക്കൂല, ഗീബത്ത് അവൻ പതിവാക്കൂല. ഗീബത്ത് ഹലാലായ സന്ദർഭങ്ങളിൽ വരെ ശ്രദ്ധിച്ചേ അവൻ അത് ചെയ്യൂ. അതിന്റെ കുറ്റം കാര്യങ്ങളൊക്കെ ബോധമൊക്കെ ചിന്തയൊക്കെ ഉള്ള ആളാണെങ്കിൽ പടച്ചോനെ ആ വഴിയിലേക്ക് അവർ പോകൂല, ചിന്തിക്കൂല. മസ്ലഹത്തിന് വേണ്ടി എപ്പോഴെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയാൽ നല്ല നിയ്യത്തോടുകൂടെ മാത്രമേ കാര്യം പറയൂ.